ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം മേഖലയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. സാധാരണയായി മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലി ആക്രമണങ്ങൾ പതിവാണെങ്കിലും ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ സജീവമായി ഇടപെടുന്ന, സ്ഥിരമായി മധ്യസ്ഥത വഹിക്കുന്ന ഒരു നിഷ്പക്ഷ രാജ്യമായ ഖത്തറിൽ ഇങ്ങനെയൊരു നടപടി അപ്രതീക്ഷിതമായിരുന്നു. ഖത്തറിന്റെ പ്രത്യാക്രമണം എങ്ങനെയായിരിക്കുമെന്നും അത് എങ്ങനെ ഇസ്രായേലിനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ധാരാളമായി ഉയരുന്നുമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും വലിയ ആക്രമണം നേരിട്ടിട്ടും ഖത്തർ എന്തായാലും വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. അധികൃതരുടെയും വിശകലന വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ ഖത്തർ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ ദോഹയിൽ ആക്രമണം നടത്തിയത്. ഹമാസിന്റെ ചർച്ചാ സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം. ഒരു ഖത്തറി സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 5 പേർക്ക് ജീവൻ നഷ്ടമായ ഈ സംഭവം ഖത്തറിനെ പ്രകോപിപ്പിച്ചു. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ് ഇതെന്നാണ് ഖത്തർ പ്രഖ്യാപിച്ചത്. സംസ്ഥാന ഭീകരവാദം, അപകടകരമായ ക്രിമിനൽ ആക്രമണം തുടങ്ങിയ വാക്കുകളിലൂടെയാണ് ഖത്തർ ഈ നടപടി അപലപിച്ചത്. ഖത്തറിന്റെ മുന്നിൽ പരിമിതമായ വഴികൾ ആണുള്ളതെന്നും ഈ ആക്രമണത്തെ ഗൗരവത്തോടെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഖത്തറിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിലാദ്യത്തേത് മധ്യസ്ഥത റോളിൽ നിന്നുമുള്ള പിന്മാറ്റമായിരിക്കും. ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ ഖത്തർ ഒരു പ്രധാന കണ്ണിയായിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ പരോക്ഷമായ ആശയവിനിമയം നടത്തുവാൻ അമേരിക്ക പോലും ഖത്തറിനെയാണ് ആശ്രയിച്ചിരുന്നത്. മധ്യസ്ഥ റോളിൽ നിന്നും താൽക്കാലികമായി പിന്മാറുന്നത് ഇസ്രായേലിനെതിരെ അമേരിക്കയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തുവാനുള്ള ഒരു ഉപാധിയായിട്ട് ഖത്തർ ഉപയോഗിച്ചേക്കാം. മധ്യസ്ഥതയുടെ നിഷ്പക്ഷതയെ മാനിക്കുന്നില്ലെങ്കിൽ ഈ വിഷയത്തിൽ തങ്ങളെ ഇനി ആശ്രയിക്കേണ്ടതില്ല എന്ന് പറയുവാൻ ഖത്തറിന് തീർച്ചയായിട്ടും കഴിയും. നയതന്ത്രപരവും നിയമപരമായിട്ടുള്ള നടപടികളാണ് എടുത്തിരിക്കുന്നത്. ഇസ്രായേലിനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുവാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിക്കുക എന്നത് ഖത്തറിന്റെ പ്രധാന നീക്കങ്ങളിലാണ് ഒന്നാണ്. ഈ ആക്രമണത്തെ തുടർന്ന് അൾജീരിയ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേരുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ഇസ്രായേലിന്റെ വിശ്വാസവഞ്ചനപരമായ ആക്രമണത്തിനെതിരെ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുന്നതായിട്ടും ഖത്തർ ഒരു പ്രത്യേക നിയമസംഘത്തിന് രൂപം നൽകിയിട്ടുമുണ്ട്. ഇതുമാത്രമല്ല, ഇസ്രായേലിനെതിരെ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുവാൻ ഖത്തറിന് സാധിക്കും. ഖത്തറിന് യൂറോപ്പിലും അമേരിക്കയിലും കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപങ്ങളുണ്ട്. ഈ നിഷ്പക്ഷങ്ങളെ ഒരു ഉപാധിയായി ഉപയോഗിച്ച ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ അതിന്റെ സഖ്യകക്ഷികളെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സമ്മർദ്ദം ചെലുത്തുവാൻ ഖത്തറിന് സാധിക്കും. ഖത്തറിന്റെ ഈ പ്രതികരണങ്ങൾ ഇസ്രായേലിന് പലതരത്തിലും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും. ഹമാസുമായി നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇത് ശക്തമായ തിരിച്ചടിയും ഉണ്ടാക്കും. ഖത്തർ മധ്യസ്ഥ റോളിൽ നിന്നും പിന്മാറിയാൽ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ തടസ്സപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇത് ഗാസയിൽ ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതകൾക്ക് തന്നെ വലിയ തിരിച്ചടിയും ഉണ്ടാക്കും. ഹമാസുമായി ആശയവിനിമയം നടത്താൻ ഒരു വിശ്വസനീയമായിട്ട് ചാനൽ ഇല്ലാതാകുന്നത് ഇസ്രായേലിന് വലിയ നഷ്ടമാണ്. ഒരൊറ്റ സംഭവത്തോടെ ഇസ്രായേൽ നയതന്ത്രപരമായി ഒറ്റപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒരു പരമാധികാര രാജ്യത്തിന് നേരിടേണ്ട ആക്രമണം വഷളായിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് കൂടുതൽ കോട്ടം വരുത്തും. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടാൻ ഇത് കാരണമാകും. UN സുരക്ഷാ കൗൺസിലിലെ ചർച്ചകളും ഖത്തർ സ്വീകരിക്കുന്ന നിയമ നടപടികളും ഇസ്രായേലിനെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഖത്തറിന് നേരെയുണ്ടായ ആക്രമണം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം വഷളാക്കുന്നതിൽ ചെറുതല്ലാത്ത പങ്കും വഹിച്ചിട്ടുണ്ട്. ഗൾഫ് സഹകരണ കൗൺസിലിലെ രാജ്യങ്ങൾക്ക് ഈ ആക്രമണത്തെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടാണ് കാണുന്നത്. ഇസ്രായേലിനെതിരെ ഗൾഫ് രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തുവാൻ സാധ്യതയുണ്ട്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച UAE പോലും ഖത്തറിനെ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഈ മേഖലയിൽ ഇസ്രായേലിന്റെ സ്വാധീനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തോടൊപ്പം തന്നെ അമേരിക്കയുമായുള്ള ബന്ധത്തിലും വിള്ളൽ വീണേക്കാം. കാരണം ഖത്തർ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയാണ്. ദോഹയിലെ ആക്രമണം അമേരിക്കയുടെ സ്വാധീനത്തോടെയുള്ള അവഗണനയാണെന്നും പലരും കാണുകയാണ്. ഇത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ വിശ്വാസത്തെയും ഇത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്.